ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എംബ്രോയിഡറി ത്രെഡ് ഉപയോഗിച്ച് ചെയ്യാവുന്ന നല്ലൊരു അടിപൊളി ബോർഡർ സ്റ്റിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിന് നോർമൽ എംബ്രോയിഡറി ത്രെഡ് തന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ സൂചി കോർത്ത് വെക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാനിവിടെ ഓൾറെഡി ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ബോർഡർ സ്റ്റിച്ചായിട്ടും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും വർക്കിന്റെ അടിപൊളി എംബ്രോയിഡറി ഡിസൈൻ ആയിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിന്റെ പേരാണ് ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സൂചി ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് ശേഷം ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചെറിയൊരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചിലേക്ക് പോകാം. സ്ട്രെയിറ്റ് ലൈൻ താഴത്ത് തന്നെ കിട്ടി ആ ലൈനിലേക്ക് എടുക്കാം. ഇങ്ങനെ ആക്കി അതിനുശേഷം ഇതിപ്പോൾ ഷോർട്ട് സ്റ്റിച്ചാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി നീളത്തിൽ ലോങ് ആൻഡ് ഷോർട്ട് എന്നല്ലേ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ലോങ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് എടുക്കുക. ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഒരു ചെറിയ ഷോർട്ടും പിന്നെ ഒരു ലോങ് സ്റ്റിച്ചും ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ മാറി മാറി നമ്മൾ തുടർന്ന് ചെയ്യാം. ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ലോങ് അല്ലെങ്കിൽ ഷോർട്ട് ചെയ്തതിന് ശേഷം കെട്ടിടുമ്പോൾ എവിടെയാണോ ചെയ്ത് നിർത്തുന്നത് അതിന്റെ നേരെ താഴത്തേക്ക് സൂചി ഇറക്കുക. അപ്പോഴാണ് ഇവിടെ ലോക്കായിട്ട് നിൽക്കുകയുള്ളൂ. അതിനുശേഷം കെട്ടിടുക. അപ്പോൾ ഞാൻ ഈ ചെയ്ത ചെറിയൊരു സ്റ്റിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് വളരെ ഈസി ആയ ഒരു സ്റ്റിച്ചാണ്. നമ്മുടെ കുട്ടികളുടെ ഉടുപ്പിലും ബോർഡറായിട്ടും പിന്നെ ബ്ലൗസിലൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സിമ്പിൾ സ്റ്റിച്ചാണിത്. അപ്പൊ ഞാൻ ചെയ്ത ചെറിയൊരു മോട്ടീഫ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് ഞാൻ ചെയ്ത ചെറിയൊരു എംബ്രോയിഡറി വർക്കാണ്. ഇതുപോലെ മക്കളുടെ ഉടുപ്പിൽ നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യണം. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാത്രമാണ് അത് നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൽ അടിപൊളിയായിട്ട് കാണുകയുള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്.
താങ്ക് യു ഫോർ വാച്ചിങ്.